കൊല്ലത്ത് നടന്ന ആദ്യ നക്സൽ ആക്രമണം. കടയ്ക്കലിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ കുമ്മിൽ ചാന്നാട്ടുമുക്കിലെ ബ്രാഹ്മണ കുടുംബമായ ശങ്കരനാരായണ അയ്യരുടെ മഠത്തിലാണ് നക്സലൈറ്റുകൾ കൊല്ലത്ത് ആദ്യം ആക്ഷൻ നടത്തിയത്. 1970 നവംബർ 14 സംഭവം. അർദ്ധരാത്രിയിൽ നടന്ന ആക്രമണത്തിൽ ശങ്കരനാരായണ അയ്യരും ജോലിക്കാരൻ ഉത്തമനും കൊല്ലപ്പെട്ടു. മഠത്തിലെ കാർ ഡ്രൈവറായിരുന്ന അബ്ദുൾ റസാഖിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സ്വർണവും പണവും കലാപകാരികൾ കൊള്ളയടിച്ചു. കുമ്മിൾ ജംഗ്ഷനിൽ നിന്ന് 1/4 കിലോമീറ്റർ അകലെയാണ് ചാന്നാട്ടുമുക്ക് മഠം. 14 ഏക്കറിലാണ് മഠം സ്ഥിതി ചെയ്യുന്നത്. നക്സൽ സംഘത്തിൻ്റെ ആക്ഷന് മൂകസാക്ഷിയായ ഈശ്വരി അമ്മാൾ മാത്രമാണ് പിന്നെ മഠത്തിൽ വളരെയധികം കാലം അവശേഷിച്ചത്. മറക്കാൻ ശ്രമിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഓർക്കാൻ പറയരുതെന്ന അഭ്യർത്ഥനയോടെ ഈശ്വരി അമ്മാൾ നടത്തിയ സാക്ഷിമൊഴി ആണ് ഇതിനാധാരം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്ന കാലത്തുള്ള ഒരു 15 അംഗ കുടുംബമായിരുന്നു ഈ മഠം. ഇവിടെ അച്ഛൻ രാമകൃഷ്ണ അയ്യരും അനുജൻ ശങ്കരനാരായണ അയ്യരുമായിരുന്നു കാരണവന്മാർ. രാമകൃഷ്ണ അയ്യർ മരിച്ചതോടെ ശങ്കരനാരായണ അയ്യർക്കായി മഠത്തിൻ്റെ മേൽനോട്ട ചുമതല. സ്വകാര്യ പണമിടപാട് സ്ഥാപനം നടത്തുകയായിരുന്നു ശങ്കരനാരായണ അയ്യർ. രാമകൃഷ്ണ അയ്യർക്ക് 4 മക്കളും ശങ്കരനാരായണ അയ്യർക്ക് 3 മക്കളും ആയിരുന്നു. സംഭവ ദിവസം പതിവ് പോലെ രാത്രി ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പൂമുഖത്ത് പടിഞ്ഞാറേ മുറിയിലാണ് ശങ്കരനാരായണൻ ഉറങ്ങാൻ കിടന്നത്. അർദ്ധരാത്രിയായപ്പോൾ വൻ സ്ഫോടന ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഉണർന്നു. 6 അംഗ സംഘം കതക് വെട്ടിത്തുറന്ന് ശങ്കരനാരായണൻ വെളിയിലേക്കിറങ്ങാൻ ശ്രമിക്കവേ അക്രമികൾ കയർ കുരുക്കി കഴുത്തിലിട്ട് മുറുക്കി പൂമുഖത്തെ വരാന്തയിലെ തൂണിൽ വരിഞ്ഞു കെട്ടി. നിലവിളിച്ചവരുടെ കൈകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരുകി. മുറികളിൽ കയറി പ്രമാണങ്ങളും രേഖകളും വാരി മുറ്റത്തെറിഞ്ഞ് കത്തിച്ചു. 3/4 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി അക്രമികൾ സ്ഥലം വിട്ടു. അന്തരിച്ച രാമകൃഷ്ണ അയ്യരുടെ മകൻ പത്മനാഭ അയ്യർ എല്ലാവരെയും കെട്ടഴിച്ചു കൊടുത്തു. വിളക്ക് കൊളുത്തി നോക്കിയപ്പോൾ പൂമുഖത്ത് വരാന്തയിൽ ജോലിക്കാരൻ ഉത്തമൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ഡ്രൈവർ അബ്ദുൾ റസാഖ് ചോര വാർന്ന് മരണത്തോട് മല്ലിടുന്നു. നിലവിളി കേട്ടെങ്കിലും സമീപവാസികൾ ആരും ഭയം മൂലം അടുത്തില്ല. പുലർച്ചെ സമീപവാസികൾ എത്തുന്നതിന് മുമ്പ് തന്നെ പത്മനാഭ അയ്യർ മധുര കോട്ടപ്പുറത്തുള്ള ഉത്തമൻ്റെ വീട്ടിൽ വിവരമറിയിച്ചു. അവിടെ നിന്ന് വീട്ടുകാർ എത്തിയ ശേഷം പത്മനാഭ അയ്യരും ഒരു സഹായിയും നടന്ന് കടക്കൽ സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചു. നേരം പുലർന്നപ്പോഴാണ് ശങ്കരനാരായണ അയ്യരുടെ തല വീടിന് മുന്നിലെ റോഡിൽ ഇരിക്കുന്നത് കണ്ടത്. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൾ റസാഖിനെ ആശുപത്രിയിലെത്തിച്ചു. സംഭവം നടക്കുമ്പോൾ ഈശ്വരി അമ്മാളിന് 19 വയസ്സ് മാത്രമായിരുന്നു അന്ന് പ്രായം. 3-ാം ദിവസം പോലീസ് പ്രതികളെ പിടികൂടി. 1-ാം പ്രതി കിളിമാനൂർ സ്വദേശി ശിരോമണി സുകുമാരൻ, പുളിമാത്ത് സ്വദേശികളായ ഈസുക്കുഞ്ഞ്, പ്രകാശ്, അബ്ദുൽ സലാം, അബ്ദുൽ അസീസ്, കാട്ടുംപുറം സ്വദേശി സൈനുദ്ദീൻ എന്നിവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇതിൽ ചിലർ ജയിൽവാസത്തിനിടയിൽ മരിക്കുകയും ചെയ്തു.